അടിപൊളി പറഞ്ഞാൽ അടിപൊളി എന്താ വെച്ചാൽ ആ നാരങ്ങന്റെയും പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ ഒരു മണവും അങ്ങനെ ഒരു കൂട്ടാണ് സംഭവം. ഇടുക്കിണ്ട്. ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ലെമൺ റൈസ് ആണ്. ഞാൻ ഉണ്ടാക്കാൻ പോണത് ലെമൺ റൈസ് എന്ന് പറയുന്ന സമയത്ത് എന്താ പറയാ, നമ്മൾക്ക് അധികം നമ്മുടെ ഈ നാട്ടുകളിലൊന്നും അധികം ഉണ്ടാക്കില്ല. ഈ തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാക്കുക. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റിയായ ഒരു ഭക്ഷണമാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ടൂറ് പോകുമ്പോൾ നമ്മൾക്ക് എവിടേക്ക് പോവുകയാണെങ്കിൽ ആ ചോറ് നമ്മൾക്ക് ആ ലെമൺ റൈസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കായിക്കോട്ടെ വയസ്സായവർക്കോ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല, വയറിലോ ഒന്നും ഒരു കംപ്ലൈൻറ്റ് വരില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അത് ലെമൺ റൈസ് പറയുമ്പോൾ. എവിടേക്കും കൊണ്ടുപോകാനും പറ്റിയ ചോറാണ്. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ആദ്യം വേണ്ടത് നമുക്ക് അരി എന്ന് പറയുമ്പോൾ ഇത് പൊന്നിയരിയാണ്. പൊന്നിയരി പറയുമ്പോൾ എല്ലാ സ്ഥലത്തും വാങ്ങിക്കാൻ കിട്ടും. 5 കിലോ 10 കിലോനൊക്കെ മേടിക്കാൻ കിട്ടും. നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത് ഈ അരി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ പച്ചരിയല്ല, പൊന്നിയരി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പോൾ 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്. അരി, മഞ്ഞപ്പൊടി, പച്ചക്കടലപ്പരിപ്പ്, വറ്റൽ മുളക്, ചെറുനാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കിതിന് വേണ്ടത് ചോറ് വെച്ചെടുക്കണം. ആ ചോറ് എങ്ങനെയാണ് വെക്കുന്നത് എന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് അരി കഴുകി ചോറ് വെക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് വെള്ളം വെക്കാം. ചോറിനുള്ള വെള്ളം വെക്കാം. ഫസ്റ്റ് നമുക്ക് വെള്ളം വെക്കാം. വെള്ളം പറയുമ്പോൾ ചോറിന് ഒത്തിരി വേവുള്ളതാണ്. നമുക്ക് നിറയെ വെള്ളം വെക്കണം. ഞാൻ വെള്ളം വെച്ചോ നോക്കിക്കോളൂ. ഇത്രയും വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് നല്ലപോലെ ചൂടാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് അരി കഴുകി വെക്കാം. ഇപ്പോൾ വെള്ളം നല്ല ചൂടായിട്ടുണ്ട്. വെള്ളം ആയിട്ടില്ലെങ്കിലും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അത്ര ചൂടാക്കിയിട്ട് ഇടണമെന്നേ ഉള്ളൂ. വേഗം തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അരി കഴുകി നമുക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റ് വെള്ളം വെക്കാൻ പാടില്ല, ഇത്തിരി കൂടുതൽ വെള്ളം വെക്കണം. എന്താ വെച്ചാൽ ഈ അരിയിൽ നമുക്ക് കഞ്ഞിൻ്റെ വെള്ളം, ഈ അരി തിളയ്ക്കണ ആ വെള്ളം കൊഴുപ്പ് വരും. അതിനാണ് ഞാൻ കൂടുതൽ വെള്ളം വെച്ചിരിക്കുന്നത്. ഈ വെള്ളം നമുക്ക് വാർത്തെടുക്കേണ്ടതാണേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അരി മൂടി വെക്കാം, ഒന്ന് വേകട്ടെ. അപ്പം നമ്മുടെ ചോറ് എന്തായി നോക്കാം. ഓ, ചോറായിട്ടുണ്ട്. ഇതേപോലെ സമയത്ത് ഇത്ര വേവാവൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ കല്ലുപ്പാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിലും ഇടാം. നമുക്ക് ഈ ചോറിനനുസരിച്ചിട്ട് 1 ടേബിൾ സ്പൂണ് ഞാൻ ഇടുന്നുണ്ട് ഉപ്പ്. പിന്നെ നോക്കിയിട്ടിടാം. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കണം. നമുക്കിനി തീ ഇത്തിരി കമ്മിയാക്കി വെക്കാം. ഒന്നും കൂടി തിളക്കട്ടെ. എന്നിട്ട് ഉപ്പ് പാകമാണോ നോക്കണം. ഇത്തിരി വെള്ളത്തിൽ ഉപ്പുണ്ടാവും, ചോറിലും കൂടെ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ അത് ഉപേക്ഷയാക്കാം. പക്ഷെ മഞ്ഞപ്പൊടി നിർബന്ധമാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇടാം. നമുക്കൊന്ന് വാർത്തെടുക്കാം. അപ്പൊ ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒന്ന് ചൂടാറട്ടെ. അപ്പൊ നമ്മുടെ ചോറ് വെള്ളം വെടിഞ്ഞിട്ടുണ്ടാവും. നമുക്കപ്പോൾ അതിലൊന്ന് കൊട്ടി ഒന്ന് ചൂട് ആറാൻ വെക്കണം. നോക്കോളൂ, നല്ല വെള്ളം വെടിഞ്ഞിട്ടുണ്ട്. നോക്കോളൂ. അപ്പൊ തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് കുടഞ്ഞു വെക്കണം. ഒന്നും മുട്ടാൻ പാടില്ല. ഇത് നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ. അപ്പൊ നമ്മുടെ ലെമൺ റൈസ് ഒക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് വറുത്ത് കൊട്ടണം. അപ്പൊ അതിനൊന്ന് റെഡിയാക്കാം. ഒരു പാന് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കപ്പോൾ ലേശം കടുകിട്ട് കൊടുക്കാം. ലേശം മതി. കടൽപ്പരിപ്പാണ്, കുറച്ചിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇട്ടോളൂ. ഗ്യാസ് ഓഫാക്കി ഇടാം. ഈ ചൂടിലേ ആവും. നമുക്കിനി വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഞാനിപ്പോൾ ഇതിലൊരു 15 എണ്ണം മേലെ എടുത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ചിട്ട് ഇട്ടോളൂ. നമ്മൾക്ക് ഇതിലേക്കൊന്ന് കൊട്ടി കൊടുക്കാം. ഒരു വലിയ ചെറുനാരങ്ങിന്റെ നീരാണ് എടുത്തിരിക്കുന്നത്. 1 എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ അതിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ബാബു, നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്, ഒന്ന് കഴിച്ചു നോക്കടാ. ലെമൺ റൈസ് ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു. പുഷ്പമ്മ ഉണ്ടാക്കിയ ലെമൺ റൈസ് കണ്ടാ തനി മഞ്ഞ കളറിൽ റൈസ്. അടിപൊളി ലെമൺ ആണ് അല്ലേ? ലെമണൊക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ ആണ് അല്ലേ? സ്പെഷ്യലാണ്, പുഷ്പമ്മന്റെ സ്പെഷ്യൽ ആണ്. അതിന് കൂടെ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കഴിക്കാൻ വേണ്ടി? കണ്ട ആർക്കും ഇഷ്ടപ്പെടാത്ത സാധനം. നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ലെമൺ റൈസിന് മാച്ച് ആയി. ആർക്കും ഇഷ്ടപ്പെടില്ല കണ്ട. ആ പ്ലേറ്റ് എടുക്കുക, എനിക്ക് വിശന്നൊക്കെ ഇരിക്കാൻ പറ്റില്ല. കഴിക്കുക, കറക്റ്റ് ലഞ്ച് ടൈമാണ്. ഇതാ ഒന്ന് ഒരു പ്ലേറ്റ് എടുത്ത് കഴിച്ചു നോക്കൂ. അടിപൊളി സൂപ്പർ 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 സാധനം ഇട്ട് കൊടുക്കുക ലെമൺ റൈസ്. എന്നിട്ട് ഒരു നല്ലൊരു ചിക്കൻ വറുത്ത പീസ് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. ബാക്കിയൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം അല്ലേ പുഷ്പമ്മ? അടിപൊളി സംഭവം കിട്ടിക്കുന്നുണ്ട്. ഇവിടെ ചിക്കൻ ഫ്രൈയും കൂടി ചേരുമ്പോ എങ്ങനെയുണ്ടാവും? ചിക്കൻ ഫ്രൈ ചേർന്നാ പിന്നെ ഇതിന്റെ ടേസ്റ്റ് പോവും, ലെമൺ റൈസിന്റെ ടേസ്റ്റ് പോവില്ലേ? അടിപൊളി അടിപൊളി. എന്താ വെച്ചാ ആ നാരങ്ങന്റെയും പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ ഒരു മണവും അങ്ങനെ ഒരു കൂട്ടാണ് സംഭവം. കിടിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കേടുവരില്ല അല്ലെ ഫുഡ്? ഈ റൈസ് അധികം എന്തിനാ ഉണ്ടാക്കറിയോ? നമ്മളിപ്പോ ഒരു ട്രെയിനിൽ എവിടേക്ക് യാത്ര ചെയ്യണം, നമുക്ക് രാവിലെ ഇത് നേരത്തെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം പിറ്റേ ദിവസം വരയ്ക്കും ഈ റൈസ് അങ്ങനെ ഇരിക്കും. അതാണ് നമുക്ക് ഈ റൈസിനെ കൊണ്ടുള്ള ഒരു ഗുണം. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ. പിന്നെ നമ്മൾക്ക് എന്താ പറയുക, ടൂർ പോവുകയാണ്, നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, ഒരു 2 ദിവസം ഈ ചോറ് അങ്ങനെ ആയിരിക്കും. നല്ല ചൂടാറി നമ്മൾ വാട്ടിയ ഇലയിൽ പൊതിഞ്ഞ് അതിനുള്ള നമ്മളിതുപോലെ ഒരു ഫ്രൈ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസത്തിന് ഈ ചോറ് അനങ്ങാതെ ഇരിക്കും. വയറിനും കേടില്ല, നമുക്ക് വെളിയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കുകയും വേണ്ട. ഈ ഫുഡ് നമുക്ക് പറഞ്ഞാൽ ട്രിപ്പൊക്കെ പോകുമ്പോ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് തണുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 ദിവസം വരെ സുഖമായിട്ട് ഒരു നല്ല സ്റ്റീൽ പാത്രത്തിൽ ചൂടാറിയ ശേഷം നല്ല ചൂടാറി നമ്മൾ അടച്ചു വെച്ച് ഇതുപോലെ ഒരു ഫ്രൈ ഉണ്ടാക്കി അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് നമ്മുടെ ട്രിപ്പ് കുശാലാവും. ഇതിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. പുഷ്പമ്മന്റെ ഉറപ്പാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഫ്രൈയും ഉണ്ടാവണം, അല്ലെങ്കിൽ മീനായാലും കുഴപ്പമില്ല. ഇതേ റെസിപ്പിയിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ട് പുഷ്പമ്മനെ അറിയിക്കുക. അത്രയ്ക്കും കിട്ടുക ചെയ്യാനും നല്ല സൂപ്പർ ടേസ്റ്റി സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽബട്ടൺ കൊടുക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. ഇനിയും ഇതുപോലെ ഫുൾ സപ്പോർട്ട് വേണം. അപ്പൊ പുഷ്പമ്മ അടുത്ത കിടുക്കാച്ചി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.